ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ബി ഹൗസിലുള്ള അനീഷിൻ്റെ കുറച്ച് കിടിലൻ പെർഫോമൻസുകൾ കണ്ടു നോക്കിയാലോ? നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അനീഷ് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യും എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ആളൊരു കോമഡി താരം തന്നെയാണ്. അത്രയ്ക്ക് വലിയ ഗൗരവമുള്ള ആളൊന്നല്ല. ആളൊരു സോഫ്റ്റാണ്. പക്ഷേ അയാളെ അടുത്തറിയുന്നവർക്ക് മാത്രമേ അനീഷ് ആരാണെന്ന് അറിയുകയുള്ളൂ. അയാളുടെ നാട്ടിൽ അധികം ആരോട് സംസാരിക്കാറില്ല, അധികം സൗഹൃദമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് നമ്മുടെ അനീഷ്. തൃശ്ശൂർ കോടനാടുകാരൻ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അനീഷിൻ്റെ ആ വീഡിയോസും അതുപോലെ തന്നെ ആ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവും നിങ്ങൾ കണ്ടിരിക്കണം. ഞാൻ അനീഷിനെ ഈ ബി ഹൗസിൽ വന്നതിന് ശേഷം വളരെ ഗൗരവമുള്ളവരായിട്ട് കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ അനീഷിൻ്റെ ആ ഒരു സ്വഭാവം എന്നെ സത്യം പറയുകയാണെങ്കിൽ അമ്പരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു നന്മ മരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അനീഷ് അത്രയ്ക്ക് നല്ലൊരു വ്യക്തി തന്നെയാണ്. സത്യസന്ധമായിട്ടാണ് അനീഷ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പറഞ്ഞ കാര്യത്തിൽ ആൾ ഉറച്ചു നിൽക്കും. അത് തെറ്റാണെങ്കിൽ അതും മൂപ്പർ സമ്മതിച്ച് തരാൻ ഇച്ചിരി മടിയുണ്ട്. എന്നാൽ ഇനി അത് ബി ഹൗസിൽ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് നമുക്കറിയില്ല. എന്നാലും അനീഷിനെ കുറിച്ച് പറയുമ്പോൾ സത്യം പറയണ ആ വീഡിയോസും അനീഷിൻ്റെ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അനീഷിനോട് തോന്നിയത്. ഒരുപാട് ഇഷ്ടം, ഒരുപാട് ആരാധനയും തോന്നി. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അച്ഛൻ, അമ്മ, അനിയൻ. പക്ഷെ ആ ഒരു പ്രദേശത്തുള്ള ജനങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ സന്തോഷമാണ് തോന്നിയത്. അനീഷ് ജയിക്കും, അനീഷ് നല്ല ആളാണ്. അപ്പോൾ അനീഷ് ആരോടും ഒരു പ്രശ്നത്തിന് പോകുന്നില്ല, നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനീഷ്. അപ്പോൾ നിങ്ങൾ ഈ അനീഷിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ കുറേ റീൽസ് കണ്ടു കേട്ടോ അനീഷിൻ്റെ. പക്ഷേ അതിലെനിക്ക് കൂടുതൽ അനീഷിൻ്റെ ആ ചിരിയോടാണ് ഇഷ്ടം തോന്നുന്നത്. ആ ഒരു നിഷ്കളങ്കമായ ഒരു ചിരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ അടുത്തറിയില്ല, നമ്മളിങ്ങനെ വീഡിയോസിലൂടെയൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. എന്നാലും അനീഷ് നല്ലൊരു വ്യക്തിത്വ ഉടമ തന്നെയാണ്.